ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രേസ്. ഞാൻ ഷാരറ്റ്. പ്രധാന വാർത്തകൾ. ഹാബേൽ കൊലപാതകം, ജ്യേഷ്ഠൻ കായീൻ അറസ്റ്റിൽ. പ്രശസ്ത ദേവദാസൻ ഹാനോക്കിനെ കാണാതായി, തിരച്ചിൽ തുടരുന്നു. ഈജിപ്ത് മഹാവ്യാധി 40 ദിവസം പിന്നിടുന്നു. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മരണമാണ് സാക്ഷ്യം വഹിച്ച രാജ്യം. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതി ഹാജരാക്കി, വിധി ഉടനെ. പുഴയിൽ ഒഴുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത് മിസ്രൈം രാജകുമാരി. ശിശുവിന് മോശ എന്ന് പേരിട്ടു. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം, സംസ്കാരം നടത്തി. ഉടനെ സംഭവിക്കാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ കുടുംബസമേതം യാത്ര ചെയ്യാൻ തയ്യാറെടുത്ത് പാസ്റ്റർ നോഹ. ഇതിനായി തയ്യാറാക്കിയ കൂറ്റൻ കപ്പൽ ദേശനിവാസികൾക്ക് കൗതുകമായി. 3.5 വർഷം തങ്ങളോടൊപ്പം കഴിഞ്ഞ യേശു തന്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. താൻ പോയതുപോലെ മടങ്ങി വരും എന്ന അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണ് പോകുന്നത് എന്നും ശിഷ്യന്മാർ അറിയിക്കുന്നു. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേലിന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരൻ കായീന് നേരിട്ട് പങ്കുള്ളതായി ഏകദൃക്സാക്ഷിയും ന്യായാധിപനുമായ ദൈവം വെളിപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത കായീനെ നോദിലേക്ക് നാടുകടത്തി. സഹോദരനോട് അസൂയയാണ് കൊലപാതകത്തിന് കാരണമെന്ന് സഹോദരൻ വെളിപ്പെടുത്തി. വീടിനടുത്തുള്ള വയലിൽ വെച്ചാണ് അടിച്ചു കൊലപ്പെടുത്തിയത്. പ്രശസ്ത ദൈവദാസനും യാരേദിന്റെ മകനുമായ ഹാബേലിനെ കാണാതായി. യെരുശലേമാണ് മകൻ. 365 വയസ്സായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നതിനാൽ ദൈവം എടുത്തതാണ് എന്നൊരു കൂട്ടം വിശ്വാസികൾ പറയുന്നത്. വിശ്വാസമില്ലാത്ത ആളുകൾ ഹാലേബിനായി തിരച്ചിൽ തുടരുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബാധകൾക്ക് സാക്ഷ്യം വഹിച്ച് ഈജിപ്ത്. 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തവള, പേൻ, നായിച്ച, കൂരിരുട്ട്, കൽമഴ, മൃഗവ്യാധി എന്നീ ബാധകൾ ജനങ്ങളെ വളരെ തീവ്രമായി ബുദ്ധിമുട്ടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് കടിഞ്ഞൂൽ സംഹാരമാണ് ഈജിപ്തിൽ വ്യാപിച്ചിരിക്കുന്നത്. ഭരണാധികാരിയായ ഫറവോന്റെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഈ ബാധകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. തിന്നരുതെന്ന സൃഷ്ടാവ് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതി അറസ്റ്റ് ചെയ്തു. ഏദൻ തോട്ടം നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ദമ്പതികളായ ആദമിനെയും ഹവ്വയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷഫലം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ദമ്പതികൾ അവർക്ക് അനുവാദമുണ്ടായിരുന്നു. വിലപ്പെട്ട വൃക്ഷഫലം തിന്നതിനാണ് അറസ്റ്റ് ചെയ്തത്. അബദ്ധം പറ്റിയതാണ് ഈ വൃക്ഷഫലം തിന്നത് എന്ന് ദമ്പതികൾ അറിയിച്ചു. അല്പം മുൻപ് സ്വർഗീയ കോടതി വിചാരണ പൂർത്തിയാക്കി. വിധി വരുമ്പോൾ ദമ്പതികളെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. പകരം കെരൂബുകളെ കാവൽ നിർത്തി. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാസ്റ്റർ അജിത് ജോസഫിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു മരിച്ച യൂത്തിക്കോസ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. പാസ്റ്റർ അജിത് ജോസഫ് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമായി എഴുന്നേറ്റു എന്ന് ദൃക്സാക്ഷികളായ വിശ്വാസ സമൂഹം അറിയിച്ചു. പുഴയിൽ ഒഴുകി നടന്ന പെട്ടകത്തിൽ നിന്ന് എടുത്ത സുന്ദരനായ ശിശുവിനെ മിസ്രൈം രാജകുമാരി സ്വന്തം മകനായി ദത്തെടുത്തതായി ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ദത്തെടുത്ത ശിശുവിനെ ദത്തെടുപ്പ് നടപടികൾക്ക് ശേഷം പാലൂട്ടി വളർത്താൻ സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും 5 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയും വേണമെന്ന് ഫറവോന്റെ വൃത്താന്തങ്ങൾ അറിയിച്ചു. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച് അനന്യാസും സഫീറയും കള്ളത്തരം അപ്പോസ്തല വൃത്തം കൈയോടെ പിടിച്ചു. വസ്തു വിറ്റുകിട്ടിയ മുഴുവൻ തുകയും അവർ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് അവർ തൽക്ഷണം കുഴഞ്ഞു വീണ് മരിച്ചു. ലോകത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിന് മുന്നോടിയായി കൂറ്റൻ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. ജലപ്രളയത്തിൽ യാത്ര ചെയ്യാനായി ഞാനും എൻ്റെ 8 പേരും അടങ്ങുന്ന കുടുംബവും തയ്യാറെന്ന് കപ്പൽ നിർമ്മാതാവ് പാസ്റ്റർ അജിത് ജോസഫ് അറിയിച്ചു. ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ നിരവധി മൃഗങ്ങളും ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജലപ്രളയം, ലോകാവസാനം, ന്യായവിധി ഇവയൊക്കെയും നോഹയുടെ മൂഢചിന്തയെന്ന് നോഹയെ പരിചയമുള്ള ദേശനിവാസികൾ പറയുന്നു. കൗതുക വാർത്തകൾ. സംസാരിക്കാൻ കഴിവുള്ള കഴുത കൗതുകമാകുന്നു. ബിലയാമിന്റെ കഴുതയാണ് സംസാരിച്ചത്. കായിക വാർത്തകൾ. ഇന്നലെ സോദേം ഗോമറയിൽ നടന്ന ഫാമിലി മാരത്തോണിൽ ലോത്തും കുടുംബവും 1-ാം സ്ഥാനത്ത്. കാലാവസ്ഥ.
താൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പ്രവാചകനായ ഏലിയാവ് അറിയിച്ചു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ദേശത്തെങ്ങും 3 മണിക്കൂർ പണിമുടക്കി സൂര്യനും ചന്ദ്രനും ജനങ്ങൾ പരിഭ്രാന്തി. 40 രാവും 40 പകലും ശക്തമായ മഴ മുന്നറിയിപ്പുമായി നീതിമാനായ പാസ്റ്റർ നോഹ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.